ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി സ്റ്റാർട്ട് സ്മാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2008 ഡിസംബറിലെ നെറ്റ് എക്സാമിൻ്റെ 50 ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ വിക്ടോറിയൻ പീരിയഡ് റെഫേഴ്സ് ടു ദ റെയിൻ ഓഫ് ക്വീൻ വിക്ടോറിയ ഓഫ് ഇംഗ്ലണ്ട് ഡ്യൂറിംഗ് 1901. ഓക്കെ, 1837 1901 വിക്ടോറിയൻ കാലഘട്ടം, അല്ലെങ്കിൽ വിക്ടോറിയൻ രാജ്ഞി ഭരിച്ചിരുന്ന ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന കാലഘട്ടം ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റാംബ്ലർ അപ്പിയർഡ് എവറി ഓപ്ഷൻ എ ട്യൂസ്ഡേ ആൻഡ് സാറ്റർഡേ. ഓർത്തു വെക്കുക, ട്യൂസ്ഡേ ആൻഡ് സാറ്റർഡേ. ഇത് ആരുടെ പബ്ലിഷനാണ്? ഇതൊരു പീരിയോഡിക്കൽ ആണ് അല്ലെ, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സാമുവൽ ജോൺസന്റെ ഒരു പീരിയോഡിക്കലാണ്. അത് പബ്ലിഷ് ചെയ്ത വർഷം 1750 ടു 1752, 2 വർഷമാണ് ഇത് പബ്ലിഷ് ചെയ്തിരുന്നത്. 208 ആർട്ടിക്കിൾസും ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ട്യൂസ്ഡേയും സാറ്റർഡേയും ആണ് റാംബ്ലർ. യെസ്, ഒരാഴ്ച പതിപ്പായിരുന്നു അല്ലെ. അടുത്തത്, ദ ടോട്ടൽ മിസ്ലേനി കണ്ടെയ്ൻസ് ഓപ്ഷൻ ഡി 60 sonnets. It was first printed Anthology of English Poetry by Richard Tottel. അദ്ദേഹത്തിന്റെ വർക്കാണ് ഈ ടോട്ടൽ മിസ്ലിനി എന്ന് പറയുന്നത്. അത് പ്രസിദ്ധീകരിച്ച വർഷം 1557, ലണ്ടനിലാണ് ഇത് പ്രിന്റ് ചെയ്തത് എന്നുള്ളത് ഓർക്കുക. ഇമേജിസം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ ഡി ടി ഇ ഹ്യൂമിന്റെ, അതായത് തോമസ് ഏണസ്റ്റ് ഹ്യൂമിന്റെ ഇമേജിസം. അദ്ദേഹമാണ് ഇതിന്റെ ഫാദർ എന്ന് തന്നെ അറിയപ്പെടുന്നത് അല്ലെ. ഫാദർ ഓഫ് ഇമേജിസം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, അതൊരു മൂവ്മെന്റ് ആണ്, 20th സെഞ്ചുറി മൂവ്മെന്റ് ആണ്. ഒരു ആംഗ്ലോ അമേരിക്കൻ പോയറ്റായ ഹ്യൂംസ് ആണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് ഓർക്കുക. ദ ടൈറ്റിൽ തിങ്സ് ഫാൾ അപ്പാർട്ട് ഈസ് ഡ്രോൺ ഫ്രം എ പോയം ബൈ. തിങ്സ് ഫാൾ അപ്പാർട്ട് ശരിക്കും എഴുതിയിരിക്കുന്നത് ദ നൈജീരിയൻ ഓതർ ചിനുവെ അച്ചിബി ഇൻ 1958 ആണ്. സെക്കൻഡ് കമ്മിങ്ങിൽ നിന്നാണ് ഈ ടൈറ്റിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ 2 ക്ലൂ പറഞ്ഞു. ഒന്ന്, ചിനുവെ അച്ചുബിയുടെ വർക്കാണ് തിങ്സ് ഫാൾ അപ്പാർട്ട്. അത് ഈ ടൈറ്റിൽ എടുത്തിരിക്കുന്ന സെക്കൻഡ് കമ്മിങ് ആണ്. ഈ സെക്കൻഡ് കമ്മിങ് ആരുടെ പോയമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് ഓർത്തു വെക്കണം, W.B. Yeatsന്റെ പോയമാണ് സെക്കൻഡ് കമ്മിങ്. അതിൽ നിന്നാണ് തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന് പറയുന്ന ടൈറ്റിൽ എടുത്തിരിക്കുന്നത്. ആ ടൈറ്റിൽ എടുത്ത ഓതർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നൈജീരിയൻ ഓതറായ ചിനുവെ അച്ചുബിയാണ്. ഏത് വർഷമാണ് അത് പബ്ലിഷ് ചെയ്തത്? 1958 ആണ്. ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർമൽ ക്രിറ്റിസിസം റിലേറ്റ്സ് ടു ദ സ്ട്രക്ചർ ഓഫ് ലിറ്റററി ഡിവൈസസ് ആണ്. ഓർത്തു വെക്കുക. ഫോർമലിസം ഇസ് എ സ്കൂൾ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ലിറ്റററി തിയറി. ഫോർമലിസത്തിൽ ലിറ്റററി ക്രിറ്റിസിസവും ലിറ്റററി തിയറിയും കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഹാവിങ് മെയിൻലി ടു ഡു വിത്ത്, അവരുടെ മെയിൻ പർപ്പസ് പർട്ടിക്കുലർ ആയിട്ട് ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള അതാണ്. അപ്പോൾ ലിറ്റററി ഡിവൈസസ് ആണ് ഫോർമൽ ക്രിറ്റിസിസം റിലേറ്റ് ചെയ്യുന്നത് എന്നോർത്ത് വെക്കുക. എ ഫൂട്ട് ഈസ് എ പ്രോസഡി ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ്, വേറെ ഒന്നുമല്ല, റിഥമിക് മെഷർമെന്റ് ആണ് അല്ലെ. ഫൂട്ട്, ഈരടികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് വന്നത് വെസ്റ്റേൺ ട്രഡീഷൻ ഓഫ് പോയട്രിയിൽ നിന്നുമാണ് അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നോർക്കുക. Who of the following is known as the apostrophe prose style? നമുക്ക് ഒരു ക്ലൂ തരാം. ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് പ്രോസ് ആര് തന്നെയാണ്? ഫ്രാൻസിസ് ബേക്കൺ. അദ്ദേഹം തന്നെയാണ് അല്ലെ ഇവിടുത്തെ ആൻസർ. അപ്പൊ നമ്മൾ എന്താണ് ആൻസർ എടുക്കേണ്ടത്? ഓക്കെ, ആൻസർ ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫ്രാൻസിസ് ബേക്കൺ ആണ്. ഓപ്ഷൻ ഓക്കെ, ഇത്ര എടുക്കാം അല്ലെ. ഫ്രാൻസിസ് ബേക്കൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഫ്രാൻസിസ് ബേക്കൺ ആണ് നമ്മുടെ ആൻസർ. ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് പ്രോസും ആര് തന്നെയാണ്? ഫ്രാൻസിസ് ബേക്കൺ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കൺഫെഷൻ ഓഫ് ആൻ ഇംഗ്ലീഷ് ഓപ്പിയം ഈറ്റർ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഡിക്കൻസി ആണ്. അത് എഴുതിയ വർഷം നമ്മൾ പഠിച്ചു വെക്കുക, 1821. ഓട്ടോബയോഗ്രഫിക്കൽ അക്കൗണ്ട് ആണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച് അല്ലെ, എന്താണ്, കറുപ്പിന് അഡിക്റ്റ് ആയിട്ട്, കഞ്ചാവിന് അഡിക്റ്റ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അനുഭവിച്ച കാര്യങ്ങളാണ് ദ കൺഫെഷൻ ഓഫ് ആൻ ഓപ്പിയം ഈറ്റർ എന്ന് പറയുന്ന വർക്കിൽ ഡിക്കൻസി എഴുതുന്നത്. ആ വർഷം ഓർത്തു വെക്കുക. അത് പ്രസിദ്ധീകരിച്ച വർഷം 1721. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം.
Ireland emerges as the most important metaphor in സീമസ് ഹെയ്നി. ഓക്കെ, അദ്ദേഹത്തിന്റെ വർക്കിലാണ് അയർലാൻഡിന് ഒരു മെറ്റഫർ ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, ഉപമിച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് നേടിയ ഒരു വ്യക്തിയും കൂടെയാണ്. അത് ഓർത്തു വെക്കുക. 1995 സംഭവിച്ചത്. അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം അദ്ദേഹത്തെ തേടിയെത്തിയത് 1995 എന്നുള്ള വസ്തുതയും പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷേക്സ്പിയറിയൻ പ്ലേ ഈസ് ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ? ഇവിടെ കറക്റ്റ് ഓർഡറിൽ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, മച്ച് എഡോ അബൌട്ട് നത്തിങ് എന്ന് പറയുന്ന വർക്കാണ്. 1600 അത് എഴുതപ്പെട്ടത്. ഹാംലെറ്റ് 1603 കിങ് ലിയർ 1608 ആൻഡ് ട്രോലിയസ് ആൻഡ് ക്രിസിഡ 1609 അദ്ദേഹം എഴുതിയത്. അത് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷേക്സ്പിയറിന്റെ വർക്കുകൾ 4 തന്നിട്ട് അത് ഇങ്ങനെ ക്രോണോളജിക്കലായിട്ട് ചോദിക്കുന്ന സ്ഥിരം ഒരു പാറ്റേൺ ആണ്. ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. The major contributions of the restoration poetry is in the field of restoration period. അല്ലെ, ഏത് കോൺട്രിബ്യൂഷൻ ആണ് നടത്തിയത്? കൂടുതലുമായിട്ട് പോയട്രിയിലാണ് നടത്തിയത്. കാരണം ആ കാലഘട്ടത്തുണ്ടായിരുന്ന റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ 1660 തൊട്ട് 1689 വരെയായിരുന്നു. ആ സമയത്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ എന്താണ് പ്രഗത്ഭനായിട്ടുള്ള വ്യക്തികൾ കവിതയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. ആരൊക്കെയായിരുന്നു എന്നുള്ളത് ഓർത്തു വെക്കുക. ജോൺ മിൽട്ടൺ, സാമുവൽ ബട്ട്ലർ, ജോൺ ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പ്, ഇവരൊക്കെയായിരുന്നു ആ കാലഘട്ടത്തെ റെസ്റ്റോറേഷൻ പീരീഡിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോയട്രിക്ക് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ് പോയറ്റ്സ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ, എല്ലാം മാർക്ക് ചെയ്തോ. ഒരു മിനിറ്റ്. ഓപ്ഷൻ ഡി, യെസ്. ഓക്കെ, ഓപ്ഷൻ ഡി. പിന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി. ആദ്യം വാട്ടർ സ്കോട്ട് ആണെങ്കിൽ അദ്ദേഹം ജനിച്ചത് 1771 1882 മരണപ്പെട്ടു. ബയറൻ ആണെങ്കിൽ 1788 1824 മരണപ്പെട്ടത്. ഷെല്ലി ജനനം 1792, മരണം 1822. കീറ്റ്സ് 1795, മരണം 1821. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഞ്ചൽ ഫിയർ ടു ട്രെഡ് ഈസ് എ നോവൽ ബൈ. ഇത് E.M. ഫോസ്റ്ററിന്റെ നോവലാണെന്നുള്ളത് ഓർത്തു വെക്കുക. പക്ഷെ ഈ വരികൾ അലക്സാണ്ടർ പോപ്പിന്റെ ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം എന്നുള്ളതാണ്. കൂടാതെ പോയിന്റ്സ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, E.M. ഫോസ്റ്റർ 1905 ഇതിന് മൊണ്ടേരിയാനോ എന്ന് പറഞ്ഞ ആണ് ആദ്യം ആ നോവൽ എഴുതിയത്. പക്ഷേ പിന്നീടാണ് അതിനെ വെയർ ഏഞ്ചൽ ഫിയർ ടു ട്രെഡ് എന്ന് പറഞ്ഞിട്ട് അതിന് പോപ്പുലർ ആയിട്ടുള്ള അലക്സാണ്ടർ പോപ്പിന്റെ ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം വായിച്ചതിന് ശേഷം ഇൻഫ്ലുവൻസ് ആയിട്ട് അതിൽ നിന്നും ഒരു വരിയെടുത്ത് അദ്ദേഹത്തിന്റെ നോവലായിട്ട്, E.M. ഫോസ്റ്ററിന്റെ നോവലായിട്ട് അത് ഹെഡിങ് കൊടുക്കുകയുണ്ടായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്ലേ എഡ്വേർഡ് ആൽബി ഡീൽസ് വിത്ത്. ദ പ്ലേസ് ഓഫ് എഡ്വേർഡ് ആൽബി കാണുകയാണെങ്കിൽ നമുക്ക് അതിൽ ഹിപ്പോക്രസി ആൻഡ് അരിസ്ട്രോക്രസി, ഹിപ്പോക്രസി ഓഫ് അരിസ്ട്രോക്രസി അല്ലെ, അരിസ്ട്രോക്രാറ്റ് പീപ്പിളുടെ ഹിപ്പോക്രസി, കപടതയെക്കുറിച്ചുള്ള അല്ലെ, കുലീന വർഗത്തിന്റെ കപടതയെക്കുറിച്ചുള്ള വർക്കുകളാണ് എഡ്വേർഡ് ആൽബി എഴുതിയിരുന്നത്. നമ്മൾ ഇദ്ദേഹത്തിന്റെ വർക്ക് പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചത് ഹൂ ഈസ് അഫ്രൈഡ് ഓഫ് വെർജീനിയ വുൾഫ് 1962 പരീക്ഷയ്ക്ക് പ്രീവിയസ് ചോദ്യമാണ്. ഹൂ ഈസ് അഫ്രൈഡ് ഓഫ് വെർജീനിയ വുൾഫ്. ബാക്കിയുള്ള വർക്കും കൂടെ നമുക്ക് നോക്കാം. സാൻഡ് ബോക്സ് അദ്ദേഹത്തിന്റെ അല്ലെ, സാൻഡ് ബോക്സ് ഇൻ 1959. അതുപോലെ സൂ സ്റ്റോറി ഇൻ 1958. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഹൂ ഈസ് അഫ്രൈഡ് ഓഫ് വെർജീനിയ വുൾഫ് 1962. നെക്സ്റ്റ്, ഹെപ്റ്റാമീറ്റർ കൺസിസ്റ്റ് ഓഫ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, 7 മെറ്റീരിക്കൽ ഫീറ്റ്. ഓക്കെ, അപ്പോൾ 5 മെറ്റീരിക്കൽ ഫീറ്റ് ആണെങ്കിലോ അത് പെൻറ്റ എന്ന് പറയും അല്ലേ. 6 ആണെങ്കിലോ ഹെക്സ, ആൻഡ് 8 ആണെങ്കിൽ ഒക്ട. അപ്പൊ ഇവിടെ 7 ആണ് ഹെപ്റ്റ. It is used ക്ലാസിക്കൽ പ്രോസഡിയിലൊക്കെയാണ് ഇംഗ്ലീഷിൽ അത് കാണപ്പെട്ടത്. ഇംഗ്ലീഷിൽ അത് യൂസ് ചെയ്യുന്നത് നറേറ്റീവ് പോയട്രി, സിൻസ് റൊമാൻറ്റിക് കാലഘട്ടം തൊട്ടാണ് ഈ ഹെപ്റ്റാമീറ്റർ നമുക്ക് കണ്ടു തുടങ്ങിയത്. ഓക്കെ, ഇംഗ്ലീഷ് പോയട്രിയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ
ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് ക്രിറ്റിസിസം ആർട്ട് ഈസ്. ഫോർമലിസ്റ്റിക് സ്കൂളിൽ ആർട്ട് ഈസ് സ്റ്റൈലാണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ആർട്ട് ബൈ അനലൈസിങ് ആൻഡ് കോംപ്രമൈസിങ് ഫോംസ് ആൻഡ് സ്റ്റൈൽ, ദ വേ ഒബ്ജക്ട്സ് ആർ മെയ്ഡ് ആൻഡ് പ്യൂർലി വിഷ്വൽ ആസ്പെക്ട്. ഇൻ ദെയർ വിഷ്വൽ ആസ്പെക്റ്റിലാണ് ഫോർമലിസ്റ്റിക് സ്കൂളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ദ ലോൺലിനെസ് ഓഫ് ദ ലോങ് ഡിസ്റ്റൻസ് റണ്ണർ ഈസ് എ നോവൽ ബൈ അലൈൻ സിലിറ്റോ. പ്രീവിയസ് ചോദ്യമാണ്, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ലോൺലിനെസ്, ഐസൊലേഷനൊക്കെ കാണിക്കുന്നു സൊസൈറ്റി. അലൈൻ സിലിറ്റോ എന്താണ്, അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ടംപററി സൊസൈറ്റിയെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വർക്കിലൂടെ. അത് പബ്ലിഷ് ചെയ്ത വർഷം ഓർത്ത് വെക്കുക, 1859 ആണ് എന്നുള്ളതും ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റഗ്ബി ചാപ്പൽ ഇസ് എ പോയം ബൈ മാത്യു അർണോൾഡ് ഇൻ ദ മെമ്മറി ഓഫ് ഹിസ്. ഓപ്ഷൻ സി ആണ്. നമ്മുടെ റഗ്ബി ചാപ്പലിലാണ് ആദ്യം നമ്മുടെ അർണോൾഡ് പഠിച്ചിരുന്നത്. അവിടുത്തെ അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. അധ്യാപകനല്ല, ഹെഡ് മാസ്റ്റർ ആയിരുന്നു അല്ലേ. യെസ്. ബ്രിട്ടീഷ് പോയറ്റ് ഡ്യൂറിങ് വിക്ടോറിയൻ ഇറ. ഓക്കെ, ആ ഒരു കാലഘട്ടത്തിലെ കവിയാണ്, നമുക്കറിയാം, മാത്യു അർണോൾഡ്. In 1837, Arnold first attended rugby school where his father was an HM. Okay, clear. The early woman novelist of significant 18th century, Mary Edgeworth ആണ് കേട്ടോ. എഡ്ഗവർത്ത് ആണ്, മേരി എഡ്ഗവർത്ത് ആണ് നമ്മുടെ 18th century വിമൻ നോവലിസ്റ്റ്. ആംഗ്ലോ ഐറിഷ് റൈറ്റർ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. വലിയവർക്കും ചെറിയ കുട്ടികൾക്കും അല്ലെ അവർ എഴുതാറുണ്ട്. ഷീ ഈസ് റൈറ്റർ ഓഫ് അഡൽട്ട് ആൻഡ് ചിൽഡ്രൻ ലിറ്ററേച്ചർ. ഷീ വാസ് ഫസ്റ്റ് റിയലിസ്റ്റിക് റൈറ്റർ ഇൻ ചിൽഡ്രൻ. ഓക്കെ, കുട്ടികളുടെ സാഹിത്യം ആദ്യമായിട്ട് ഒരു വനിത എഴുതി തുടങ്ങിയത് മേരി എഡ്ഗവർത്ത് ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കട്ട് ഈസ് ദ ബ്രാഞ്ച് ദാറ്റ് മൈറ്റ് ഹാവ് ഗ്രോൺ ഫുൾ സ്ട്രെയിറ്റ് ഈസ് എ ലൈൻ ദാറ്റ് ഒക്കേഴ്സ് ഇൻ. ഇത് ഡോക്ടർ ഫോസ്റ്റസ്, ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റസിലെ വരികളാണ്. അത് പബ്ലിഷ് ചെയ്ത വർഷം ഓർത്ത് വെക്കുക, 1604 എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോപ്സ് എസ്സേ ഓൺ മാൻ ക്യാൻ ബെസ്റ്റ് ബി റെഡ് ആസ് എ പോയം ഓഫ്. ഓപ്ഷൻ ഡി ആണ്, ഫിലോസഫിക്കൽ അപ്രിഹെൻഷൻ ഓഫ് ലൈഫ്. അലക്സാണ്ടർ പോപ്പ് ഈ എസ്സേ ഓൺ മാൻ എഴുതിയ വർഷം ഓർത്ത് വെക്കുക, 1733-34 കാലഘട്ടത്താണ്. It is a way to rationalize the way of God to man. Okay. Next question. The term Victorian evokes the attitude of moral earnestness. ആ ടേം വളരെ ഫേമസ് ആയത്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിരുന്നത് ഡ്യൂറിങ് ദ ഗ്രേറ്റ് എക്സിബിഷൻ ഓഫ് ലണ്ടൻ ഇൻ 1851. 1851 വിക്ടോറിയൻ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ടേം ഇവോക്ക് ചെയ്തത് എന്ന് ഓർക്കുക. ഓക്കെ, അതിൽ പ്രാധാന്യം കൊടുക്കുന്നത് മോറൽ ഏണസ്റ്റ്നെസ്സിനെയാണ്. ഓക്കെ, നെക്സ്റ്റ്. ലാരി സ്ലേറ്റ് ഇസ് എ ക്യാരക്ടർ ഇൻ ദ ഐസ് കോമറ്റ് എന്ന വർക്കിലെ ഒരു ക്യാരക്ടറാണ് ലാരി സ്ലേറ്റ്. ഇറ്റ്സ് എ പ്ലേ റിട്ടൺ ബൈ യൂജിൻ ഓനിൽ, പബ്ലിഷ്ഡ് ഇൻ 1946. Okay. Next question. Iambus is a meteorical food consisting of 4 syllable, 4 syllable ഉള്ള ഒരു മെറ്റീരിയൽ ഫുഡാണ് അയാംസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെറ്റീരിയൽ ഫുഡ് യൂസ്ഡ് ഇൻ വേരിയസ് ഫോംസ് ഓഫ് പോയട്രി. ഓക്കെ. The line not that he wished is greatness to create for political either love nor hate. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ പൊളിറ്റിക്കൽ സറ്റയർ ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മറ്റൊരു ക്ലൂ, ഇറ്റ് ഈസ് റിട്ടൺ ബൈ ജോൺ റൈഡൻ. അത് മറ്റേ വർക്കല്ല, അദ്ദേഹത്തിന്റെ അബ്സലോം ആൻഡ് അക്കിറ്റോഫൽ എന്നുള്ള വർക്കാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ പറയുന്ന ഒരു പൊളിറ്റിക്കൽ സറ്റയർ. ആൻഡ് അദ്ദേഹത്തിന്റെ കാലഘട്ടം 1631-1700 ആണ്. ഓക്കെ, മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 11,396 definition of romanticism were given by option D Lucas. F.L. Lucas. The decline and fall of romantic ideal in 1948. ആ വർക്കിലാണ് ഇദ്ദേഹം എന്ത് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്? 1196
11,396 ഡെഫിനിഷൻസ് അല്ലേ. അത് ഏതിലാണ്? ദ ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റൊമാൻറ്റിക് ഐഡിയാസ്, വർഷം 1948. അദ്ദേഹം ഇംഗ്ലീഷ് ക്ലാസിക് സ്കോളർ ആൻഡ് ലിറ്റററി ക്രിട്ടിക് ആണെന്നുള്ളതും ഓർത്തു വെക്കുക. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം എ സ്റ്റേൺ ഓഫ് കോൺഷ്യസ്നസ് a stream of consciousness is derived from the writing of. Stream of consciousness വില്യം ജെയിംസിൽ നിന്നുമാണ് ഈ ഒരു ഐഡിയ കിട്ടുന്നത്. ഓക്കെ, ഇൻ 1890 ഇൻ ദ പ്രിൻസിപ്പിൾ ഓഫ് സൈക്കോളജി എന്ന ടെക്സ്റ്റിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. സീൻ ഒക്കെസി, ജൂനോ ആൻഡ് ദ പീകോക്ക് ഈസ് എ ട്രാജിക് കോമഡി. അത് എന്ത് വർക്കാണ്? ട്രാജിക് കോമഡിയാണ് അതിൻ്റെ ജന എന്ന് പറയുന്നത്. സെറ്റ് ഇൻ ദ വർക്കിംഗ് ക്ലാസ് ടെനൻമെന്റ് ഓഫ് ഡബ്ലിൻ. ഓക്കെ, അയർലാൻഡ് ഡബ്ലിൻ ആണ് അവിടുത്തെ സെറ്റിംഗ് എന്ന് പറയുന്നത്. 1920s ഡ്യൂറിംഗ് ദ ഐറിഷ് സിവിൽ വാർ പീരിയഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റീഡർ റെസ്പോൺസ് തിയറി ഇംപ്ലൈസ് ദാറ്റ്. ഇവിടെ റീഡേഴ്സ് എന്ത് വായിച്ചു മനസ്സിലാക്കുന്നു, ആ ഒരു ടെക്സ്റ്റിൽ നിന്നും എന്ത് മനസ്സിലാക്കുന്നു, അതാണ് അവിടെ പ്രധാനപ്പെട്ടത് അല്ലേ. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ 30യുടെ ആൻസർ ഏതാണെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കി. ഞാനൊരു ക്ലൂ തന്നിട്ടുണ്ട്. മറ്റൊരു ക്ലൂ, മോഡേൺ റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം ബിഗിൻസ് ഇൻ ദ 1960 and 70s. ദ വർക്ക് ഓഫ് റോളൻ ബാർത്തസിലാണത് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മോഡേൺ റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞ ആശയം കൊണ്ടുവന്നത്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി അല്ലേ, ദ റീഡർ ഓഫ് ആൻ ഏജ് കോൺട്രാസ്റ്റ് ദ മീനിങ്. ഓക്കെ, അപ്പൊ ആ കാലഘട്ടത്തിലുള്ള റീഡേഴ്സ് എന്താണോ വായിച്ചു മനസ്സിലാക്കുന്നത്, അതാണ് ആ ടെക്സ്റ്റിന്റെ ആശയം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോഡേൺ റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം ബിഗിൻസ് ഇൻ 1960. ഓർത്ത് വെക്കുക, മോഡേൺ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം ചിലപ്പോൾ അല്ലെ, ആ ഒരു വർഷം തന്നിട്ട് 1960 and 70 ഇടയ്ക്കാണ് മോഡേൺ റെസ്പോൺസ് ക്രിറ്റിസിസം തിയറി വരുന്നത്. ആ വർക്ക് ആരുടെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക, റോളൻ ബാർത്തസ് ആണ് അതിനെ പോപ്പുലറൈസ് ചെയ്തത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓതർ ബുക്ക് പെയർ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ബ്രൗണിങ്ങിന്റെ ആണ് ദ റിംഗ് ആൻഡ് ദ ബുക്ക് ഈസ് എ ലോങ് നറേറ്റീവ് പോയം. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 21,000 ലൈൻസ് ആണ്, 4 വോളിയൂംസ് ആയിട്ടും 1868-69 കാലഘട്ടങ്ങൾ. നമ്മുടെ പബ്ലിഷർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മിത്ത് എഡ്ഗാർ ആൻഡ് കോ. അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ വർക്കിന്റെ പബ്ലിഷിംഗ് എടുത്തിരിക്കുന്നത് ആരാണ്? ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ റോബർട്ട് ബ്രൗണിങ്ങിന്റെ ദ റിംഗ് ആൻഡ് ദ ബുക്ക് എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ചെയ്തത് സ്മിത്ത് എഡ്ഗാർ ആൻഡ് കമ്പനിയാണ് എന്നുള്ളതും ഓർത്തു വെക്കുക. മറ്റുള്ളതെല്ലാം തെറ്റായിരുന്നു. നമുക്ക് ശരിയായിട്ടുള്ളത് അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അൺടു ദ ലാസ്റ്റ് ജോൺ റസ്കിന്റെ ആണ്, ഓർത്തു വെക്കുക, ജോൺ റസ്കിന്റെ ആണ് അല്ലെ, അൺടു ദ ലാസ്റ്റ്. ഓക്കെ, അതൊന്നും മാർക്ക് ചെയ്യണ്ട, നോക്കുക. ജോൺ റസ്കിന്റെ 1860 വരുന്ന ഒരു വർക്കാണ്. ആൽഫ്രഡ് ലോ ടെന്നിസന്റെ ആണ് ഐഡിൽസ് ഓഫ് ദ കിങ് 1859. ബ്ലീക്ക് ഹൗസ് നമ്മുടെ ചാൾസ് ഡിക്കൻസിന്റെ 1852 എന്നുള്ളതും ഓർത്തു വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അത് അൺടു ദ ലാസ്റ്റ് ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കി, ആരുടെയാ? ജോൺ റസ്കിൻ. വർഷം 1860. ഐഡിൽസ് ഓഫ് ദ കിങ് ടെന്നിസൺ 1859. ദ റിംഗ് ആൻഡ് ദ ബുക്ക് റോബർട്ട് ബ്രൗണിങ്. ഓക്കെ, ആൻഡ് ചാൾസ് ഡിക്കൻസ് 1852 ബ്ലീക്ക് ഹൗസ് എഴുതി അല്ലെ. നെക്സ്റ്റ്, മിത്ത് ക്രിറ്റിസിസം ഫോക്കസ് ഓൺ. ഒന്ന് ആൻസർ പറയാൻ ശ്രമിച്ചേ. മിത്ത് ക്രിറ്റിസിസം എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? അതെ, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ, റിക്കറൻസ് ഓഫ് ആർക്കിടൈപ്പൽ പാറ്റേൺ. ഇറ്റ് ഡേറ്റ്സ് ബാക്ക് ഇൻ 1934 when the Maud Botkin published the archetypal pattern in poetry. Okay, അപ്പോൾ ഈ മിത്ത് ക്രിറ്റിസിസം ഫോക്കസ് ചെയ്യുന്നത് റിക്കറൻസ് ഓഫ് ആർക്കിടൈപ്പൽ പാറ്റേൺ ആണ്. ഈ ആർക്കിടൈപ്പൽ പാറ്റേൺ പബ്ലിഷ് ചെയ്തത് മോഡ് ബോട്ട്കിൻ ആണ്. അത് വർഷം ഓർത്ത് വെക്കുക, 1934. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫ്രേസ് ഡിസ്അസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി വാസ് യൂസ്ഡ് ബൈ. ഈ ഫ്രേസ് ഒരു മെറ്റാഫിസിക്കൽ പോയറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലിറ്റററി ടേം ഫസ്റ്റ് യൂസ്ഡ് ഇൻ മെറ്റാഫിസിക്കൽ പോയറ്റ് 1921. തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി ഉത്തരം? T.S. ഏലിയറ്റ് ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ആൻ ഐഡിൽ ഈസ് യൂഷ്വലി എ പോയം എബൌട്ട്. തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി, പിക്കരസ്ക്യൂ, അതായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രി ലൈഫിനെ എന്ത് ചെയ്യുന്നു? പ്രസന്റ് ചെയ്യുന്നു അല്ലെ. ആരുടെ കൃതിയാണിത്? തിയോക്രാറ്റസിന്റെ കൃതിയാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഷോർട്ട് പോയം ഡിസ്ക്രിപ്റ്റീവ് ഓഫ് എ റസ്റ്റിക് ലൈഫ് റിട്ടൺ ഇൻ ദ സ്റ്റൈൽ ഓഫ് തിയോക്രാറ്റസ്, എ പാസ്റ്ററൽ പോയം ആണ്. ഐഡിൽസിൽ ലിമിറ്റഡ് ആർ ലിമിറ്റഡ്, അതായത് അദ്ദേഹത്തിന്റെ ഹീറോസും വാർഫെയറും ഒന്നും ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. സ്മോൾ ഇന്റിമേറ്റ് വേൾഡ് ആണ് in which he described everyday life. Okay, clear. Next question. The lost generation refers to the generation that came to maturity in the dash. ഈ ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഉള്ള ജനറേഷൻ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തുണ്ടായിരുന്ന 1920 ആണ് ഇവിടുത്തെ ആൻസർ. നമുക്കറിയാം അല്ലേ, 1914 to 1918 ഒക്കെ ആയിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. അതിനുശേഷമുള്ള ജനറേഷനെയാണ് ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. The term was popularized by Ernest Hemingway, ഓർത്തു വെക്കുക, who used it as the two contrasting epigraph of his novel The Sun Also Rises. 1926 ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ സൺ ഓൾസോ റൈസസ് എന്ന വർക്കിൽ അദ്ദേഹം എന്ത് കോൺട്രാസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു? ഈ ലോസ്റ്റ് ജനറേഷൻ, അതായത് 1920-ലെയും നെക്സ്റ്റ് ജനറേഷനെയും എന്ത് ചെയ്തു? കോൺട്രാസ്റ്റ്, ഒരു താരതമ്യപ്പെടുത്തിയിരിക്കുന്നതാണ് അദ്ദേഹം. അതിലൂടെയാണ് ഈ ലോസ്റ്റ് ജനറേഷൻ പോപ്പുലറൈസ് ചെയ്തത് എന്നുള്ളതും ഓർത്തു വെക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. അത് ആരാണ് അതിനെ പോപ്പുലറൈസ് ചെയ്തത്? ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ്. അദ്ദേഹത്തെ ഏത് വർക്കിലാണ്? ദ സൺ ഓൾസോ റൈസസ്, അത് വർഷം 1926. ശരിക്കും ലോസ്റ്റ് ജനറേഷൻ ഏത് ജനറേഷൻ ഉള്ള ആൾക്കാരെയാണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു നമ്മുടെ 35ാമത്തെ ക്വസ്റ്റ്യൻ. 1920 ആണെന്നും ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഹാഡ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ. തീർച്ചയായിട്ടും ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? റൊമാൻറ്റിക് ലിറ്ററേച്ചർ അല്ലെ. ഓക്കെ, ഇറ്റ് വാസ് എ പീരിയഡ് ഓഫ് ഫാർ റീച്ചിങ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അപ്ഹീവൽ. ഈ ഫ്രഞ്ച് റെവല്യൂഷൻ ഏകദേശം 10 വർഷത്തോളം ലാസ്റ്റഡ് ഫോർ 1978 to 1788 അല്ലെ. 1789 to 1799. ഓക്കെ, അപ്പോൾ വർഷം തെറ്റിച്ച് പറഞ്ഞാൽ ക്ഷമിക്കുക, ഓർത്തു വെക്കുക. 1789 to 1799 വരെ ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അല്ലെ, ഫ്രഞ്ച് റെവല്യൂഷന്റെ. അത് കൂടുതലും സ്വാധീനിച്ചത് സാമൂഹികവും രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളായിരുന്നു. കവിതയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് റൊമാൻറ്റിക് ലിറ്ററേച്ചറിനെയും അവിടെ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ എന്ത് ചെയ്തു? ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് പോയം ഡസ് ദ ഫോളോയിങ് ലൈൻ അപ്പിയേഴ്സ്? അവർ ബർത്ത് ഈസ് ബട്ട് എ സ്ലീപ്പ് ആൻഡ് എ ഫോർഗെറ്റിംഗ്. മറ്റൊരു കൃതിയല്ല ഇത്, ഇമ്മോർട്ടാലിറ്റി ഓഡ് എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയാണ്. വില്യം വേർഡ്സ്വർത്തിന്റെ ഓഡ് ഇന്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി ഫ്രം റിക്കളക്ഷൻ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ്. അതിനെ എന്തെന്നും പറയും? ഇമ്മോർട്ടാലിറ്റി ഓഡ് എന്നും പറയും. ആരുടെ വർക്കാണെന്ന് ഓർത്ത് വെക്കുക? വില്യം വേർഡ്സ്വർത്തിന്റെ ആണ്. ഏത് വർഷമാണ് അത് കംപ്ലീറ്റ് ചെയ്തത്? 1804 എന്നുള്ളതും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടെയിൽ ഓഫ് എ ടബ് ഈസ് അബൌട്ട്. ഇത് ഒരു കണ്ടന്റിങ് റിലീജിയസ് പാർട്ടീസ് ആണ് കേട്ടോ. അതൊരു റിലീജിയസ് അലിഗറി എന്ന് വേണമെങ്കിൽ പറയാം. ആരുടെ വർക്കാണ്? ഇറ്റ്സ് എ വർക്ക് ബൈ ജോണത്തൻ സ്വിഫ്റ്റ്, പബ്ലിഷ്ഡ് ഇൻ 1704. ഓക്കെ, A Tale of a Tub is a contending religious parties. It's a work by Jonathan Swift and published in 1704. Next question. Converge the way of the world ends with. Option D ആണ് ഇവിടുത്തെ ശരി ഉത്തരം. Reconciliation of Petulant Witwoud. അപ്പോൾ ചില വർക്കുകളുടെ ആദ്യം ഫസ്റ്റ് ലൈൻ ഏതായിരിക്കും, ലാസ്റ്റ് ലൈൻ ഏതായിരിക്കും എന്ന് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവസാനിക്കുന്നത് വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന വർക്ക് അവസാനിക്കുന്നത് റിക്കൺസിലിയേഷൻ ഓഫ് പെറ്റുലന്റ് വിറ്റ്വുഡ് ആണ്. ഇറ്റ് ഈസ് വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദി ബെസ്റ്റ് റെസ്റ്റോറേഷൻ കോമഡീസ്. ഓക്കെ, ഇത് ഏതിന് ഉദാഹരണമാണ്? റെസ്റ്റോറേഷൻ കോമഡിക്ക് ഉദാഹരണമാണ്. ഇത് ഏത് കാലഘട്ടത്തിൽ ആണ് നമ്മളത് നാടകമായിട്ടത് എന്താണ് അരങ്ങേറിയത്? ഇറ്റ് വാസ് പ്രീമിയർഡ് ഇൻ ദ ഏർലി മാർച്ച് 1700 ആണ് എന്നുള്ളതും ഓർത്തു വെക്കുക. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ സീയിങ് ഹൂം does Miranda exclaim, "Oh Father, surely that is a spirit. Lord, how it looks about." ആരെക്കുറിച്ചാ? ഫെർഡിനൻഡിനെ കുറിച്ചാണ് മിറാൻഡ പറയുന്നത്. ടെമ്പസ്റ്റിൽ, ഷേക്സ്പിയറിന്റെ ടെമ്പസ്റ്റിലുള്ള വാചകങ്ങളാണ്. അത്
കംപ്ലീറ്റ് ചെയ്ത വർഷം 1610 ആൻഡ് 1611 എന്നുള്ളതും ഓർത്തു വെക്കുക. നെക്സ്റ്റ്, സെക്യുലർ ഇൻഫ്ലുവൻസ് ഓൺ ദ ഏർലി ഇംഗ്ലീഷ് ഡ്രാമ വെയർ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. എന്തൊക്കെയാണ് സ്വാധീനിച്ചത്? മിഡിൽ ക്ലാസ് ലൈഫ്, മോറൽ ബിലീഫ് ആൻഡ് അപ്രൈസിംഗ് ഓഫ് ദ സബ്ലറ്റൻസ്. ഓക്കെ, അതാണ് നമുക്ക് ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് ഡ്രാമ ഇൻഫ്ലുവൻസ് ചെയ്തത് മിഡിൽ ക്ലാസ് ലൈഫ്, moral belief and uprising of the sublatins. Okay, going to the next question. John Bunyan's The Pilgrim Progress was written while he was in prison. ഓർത്ത് വെക്കുക അല്ലെ, ഏറ്റവും നന്നായിട്ട് നമുക്ക് ആ കാലഘട്ടങ്ങളിൽ, ഇപ്പോഴല്ല, ഇപ്പൊ ഗാന്ധിജി ആയാലും നെഹ്റു ആയാലും ഒത്തിരി വർക്കുകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ ജയിലിലായിരുന്നു. അപ്പൊ അവർക്ക് സ്വസ്ഥതയും സമാധാനവും ബുക്കും പേനയൊക്കെ കൊടുക്കുമായിരുന്നു. ഇന്ന് കൊടുക്കൂല എന്നല്ല, നമ്മൾ ഓർത്തു വെക്കുക. ജോൺ ബനിയൻ പിൽഗ്രിം പ്രോഗ്രസ് എവിടെ വെച്ച് എഴുതി എന്ന് ചോദിച്ചാൽ പ്രിസണിൽ വെച്ച് എഴുതി അല്ലേ. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ഇതിൽ നിന്നും. ജോൺ ബനിയന്റെ പിൽഗ്രിം പ്രോഗ്രസ് പല പല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ വർഷത്തെ 2008 ചോദ്യം ഇതായിരുന്നു, ഇത് എവിടെ വെച്ച് എഴുതി എന്നുള്ളതാണ് അല്ലേ. ഇത് വർഷം ഓർത്തു വെക്കുക. ഇത് പബ്ലിഷ് ചെയ്ത വർഷം 1678. നെക്സ്റ്റ്, ഇൻ ജുവനേലിയൻ സറ്റയർ ദ സ്പീക്കർ ഈസ്. ജുവനേലിയൻ സറ്റയറിൽ സ്പീക്കർ ആരാണ്? എ സീരിയസ് മോറലിസ്റ്റ്. ഓർത്തു വെക്കുക, ഈസ് എ സീരിയസ് മോറലിസ്റ്റ്. അത്രേ ഉള്ളൂ. ജെയിൻ ഓസ്റ്റൻ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് മോർ ക്ലിയർലി ഷോസ് ദ ഇൻഫ്ലുവൻസ് ഓഫ്. ജെയിൻ ഓസ്റ്റനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത അല്ലെങ്കിൽ സ്വാധീനിച്ച വ്യക്തി ആരാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വർക്കുകളാണ് പമേല, ക്ലാരിസ. പമേല ഇൻ 1740 ആൻഡ് ക്ലാരിസ ഇൻ 1747-48. മറ്റാരുമല്ല, റിച്ചാർഡ്സൺ ആണ്. ഓർത്തു വെക്കുക കേട്ടോ, റിച്ചാർഡ്സൺ ആണ്. ഓപ്ഷൻ ഡി. പിന്നെ ആൻസർ ഈസ് ഓപ്ഷൻ ബി, റിച്ചാർഡ്സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The most important of the evolutionists during the Victorian period was. എവല്യൂഷണറി അല്ലെങ്കിൽ തിയറി ഓഫ് എവല്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന പേരാണ് ചാൾസ് ഡാർവിൻ അല്ലേ. ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പബ്ലിഷ്ഡ് ഇൻ 1859. ഓക്കെ, അപ്പോൾ വിക്ടോറിയൻ കാലഘട്ടത്തിൽ എവല്യൂഷണറിസ്റ്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാരുമല്ല, ചാൾസ് ഡാർവിൻ തന്നെ. A philosophical attitude pervading much modern literature is. Option A ആണ് absurdism. Okay, this underlines the isolation and alienation of human being experience. Okay, അപ്പോൾ മനുഷ്യന്റെ ഒറ്റപ്പെടലും അല്ലേ, യെസ്, നാടുകടത്തലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വികാരമാണ് അബ്സർഡിസം. മോഡേൺ ലിറ്ററേച്ചറിൽ അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം മാജിക്കൽ റിയലിസം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഫ്രാൻസോ റോ ആണ്. അത് ശരിക്കും ഒരു ജർമ്മൻ ടേം ആണ്. അത് ഇംഗ്ലീഷിലേക്ക് അദ്ദേഹം പരിഭാഷപ്പെടുത്തുകയും അത് ഇംഗ്ലീഷിൽ അപ്പിയർ ചെയ്തത് 1955. ഇതിന്റെ മറ്റു പേരുകളാണ് ഫാബുലിസം, അതുപോലെ മാർവലസ് റിയലിസം. അപ്പൊ അത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഫാബുലിസം തന്നിരിക്കുന്നതിൽ ഏതാണ്? മാജിക് റിയലിസത്തിന്റെ മറ്റൊരു പേരാണ് ഫാബുലിസം. അതൊരു ജർമ്മൻ ടേം ആയിരുന്നു ആദ്യം ഒറിജിൻ ചെയ്തത്. അതിന് ഇംഗ്ലീഷിലേക്ക് ഫ്രാൻസ് റഫ് ആണ് എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് വർഷം 1955. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Indian English novelist who for the first time addressed the question of language and indigenous experience was R.K. Narayan. Okay, അദ്ദേഹത്തെ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഹി ഈസ് കമ്പയർഡ് ടു അമേരിക്കൻ വില്യം ഫോക്നർ. ഓക്കെ, നെക്സ്റ്റ്. G.V. Desai, All About H. Hatter is written in the. ഓക്കെ, എച്ച് ഹാറ്ററിനെ കുറിച്ച് എന്താണ് ദേസാനി എഴുതിയത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ആൻസർ എടുക്കേണ്ടത്. പിക്കാരസ്ക്യൂ മോഡിലാണ് അത് എഴുതിയത് അല്ലെ. ഇൻ 1948 ആണ് ഈ വർക്ക് ഓൾ അബൌട്ട് എച്ച് ഹാറ്റർ പബ്ലിഷ് ചെയ്തത്. ഇറ്റ്സ് എ ക്രോണോളജി ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ആംഗ്ലോ മലയ മാൻ ഇൻ സെർച്ച് ഓഫ് വിസ്ഡം ആൻഡ് എൻലൈറ്റ്മെന്റ്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഒരു സെർച്ചിൽ നടക്കുന്ന ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഓൾ അബൌട്ട് എച്ച് ഹാറ്റർ ആൻഡ് ഇറ്റ്സ് ബൈ G.V. Desai എന്നുള്ളത് ഓർത്തു വെക്കുക. അത് പബ്ലിഷ് ചെയ്ത വർഷം 1948. And our last question, so familiar question അല്ലേ,
ദ റൈം സ്കീം ഓഫ് ഷേക്സ്പീരിയൻ സോണറ്റ് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം, എന്നാലും നമുക്കൊന്ന് ഓർത്ത് വെക്കാം. എ ബി സി ഡി ഇ എഫ് ജി ജി. ഓക്കെ,